നമുക്കിന്ന് നോക്കേണ്ടത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണ്, പിന്നെ എന്താണ് നിങ്ങളുടെ ലൈഫിലെ നിയർ ഫ്യൂച്ചർ എന്താണ്, അത് കഴിഞ്ഞ ആ ഫ്യൂച്ചറിൽ കൊണ്ടുള്ള ഔട്ട്കം എന്താണ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഒരുപക്ഷെ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുമായിരിക്കും. റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം, എപ്പോഴും പറയുന്നതാണ്. അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ അത് വിട്ടുകളയുക. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വളരെ ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാകാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ആ പേഴ്സണെ വേണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെയാണോ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. അതേ നടക്കുകയുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഇതിലേക്ക് വരാൻ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ നിർബന്ധിക്കരുത്. ചിലർക്ക് ഇങ്ങനെ ഒരു ഡെമിനിക് ക്യാരക്ടറുണ്ട്. അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞ അനുസരിച്ച് നിൽക്കണം എന്നൊക്കെ ഉള്ളത്. ആദ്യകാലത്തൊക്കെ നിങ്ങൾ ഭയങ്കര സ്നേഹം കാണിക്കും, വളരെയധികം താല്പര്യം കാണിക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി മാത്രമേ കാണിക്കുള്ളൂ. പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് എങ്ങനെയെങ്കിലും ആ വ്യക്തിയോട് ഒരല്പസമയം കിട്ടിയാൽ സംസാരിക്കാനുള്ളൊരു താല്പര്യം കാണുമ്പോൾ വളരെ സന്തോഷം കണ്ടെത്തും. അത് നിങ്ങളുടെ കയ്യിലായിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാണല്ലോ. കയ്യിലായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറ്റപ്പെടുത്തുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പഴിക്കുക, എപ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ വ്യക്തികൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് ഫെഡപ്പ് ഉണ്ടായിപ്പോകും. അപ്പം അങ്ങനെയൊക്കെ നോക്കാതെ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളെ എങ്ങനെയാണോ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആ വ്യക്തി നല്ലൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് നന്മകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി വിഷ്വലൈസ് ചെയ്യുക. അതുപോലെ ഹോപ്പണപ്പ് ചെയ്യുക, ആ വ്യക്തിയുടെ പേര് വിളിച്ചിട്ട് ഹോപ്പണപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾക്ക് ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല ആ വ്യക്തിയെ മാത്രം കുറ്റവും പറഞ്ഞ് പഴിയും ചാരി ഇരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരത്തില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരത്തില്ല, അകന്നകന്ന് പോകത്തേ ഉള്ളൂ. അതേപോലെ ആ വ്യക്തി കുറച്ച് സങ്കടപ്പെട്ടിരുന്നാലും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകും. കാരണം നെഗറ്റീവ് എനർജിയാണ്. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെ സ്നേഹിക്കുക. ആദ്യം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കുക. നിങ്ങളുടെ ഹാർട്ട് ചക്രം ഓപ്പൺ ആകുമ്പോഴും നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം കടന്നു വരികയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കാതെ, നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് ഒരു ആത്മാവ്. നമ്മുടെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ആ ഒരു സോളുണ്ട്. ആ സോൾ അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടേ, ഞാനിവിടെ ഉണ്ട്, എന്നെ ഒന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ ആത്മാവിനെയോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാവും. അപ്പോൾ സ്വന്തം ശരീരത്തെയും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ സ്വന്തം ശരീരത്തെയൊക്കെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾ സ്നേഹിക്കണം. അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യോ കാലോ എന്തൊരു അവയവമാണെങ്കിൽ നിങ്ങളതിനെ തലോലിക്കുക, നിങ്ങളതിനെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കുക. കണ്ണാടി നോക്കി നിങ്ങളൊന്ന് ബൂസ്റ്റ് ചെയ്യുക. നിങ്ങൾ കാണാൻ സുന്ദരനാണെങ്കിൽ സുന്ദരിയാണെന്നോ സുന്ദരനാണെന്നൊക്കെ പറയുക. സ്വയം ബൂസ്റ്റിങ് കൊടുക്കുക. അപ്പം നിങ്ങളെ സ്നേഹിക്കുക. ആദ്യം നിങ്ങളുടെ പേര് വിളിച്ചിട്ട് നിങ്ങളെ സ്നേഹിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. എന്നിട്ട് വേണം നിങ്ങൾ മറ്റേ പേഴ്സണോട് അങ്ങനെ ഓപ്പണപ്പ് ചെയ്യാനായിട്ട്. അപ്പോഴൊക്കെയല്ലേ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. പിന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരേപോലെ സ്മൂത്തായി പോയിക്കണമെന്നില്ല. ദുഃഖം ഉള്ള സമയത്ത് ആലോചിക്കുക തൊട്ടടുത്ത് തന്നെ സന്തോഷമുണ്ട് എന്ന്. സന്തോഷമുള്ളപ്പോൾ ആലോചിക്കുക തൊട്ടടുത്ത് തന്നെ ദുഃഖമുണ്ട് എന്ന്. കാരണം ഈ സമയവും കടന്നു പോകും. ഒരു സമയവും കണ്ടിന്യൂസ് സ്ഥിരമായിട്ട് ഉണ്ടാകത്തില്ല. എല്ലാ സമയവും മാറിക്കൊണ്ടേയിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ അക്സെപ്റ്റ് നോക്കുക. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയെ ഡൊമിനിക് ക്യാരക്ടർ, അതായത് അടിച്ചമർത്ത ക്യാരക്ടറിൽ നിന്ന് മാറ്റിയിട്ട് ആ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ വ്യക്തിയെ അംഗീകരിക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. സോറി, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എനർജി അടുത്താണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഹൈ പ്രീസ്റ്റസ് ആണ്. അദ്ദേഹം എന്തോ കാര്യങ്ങളൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ആത്മീയമായ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി. ആത്മീയമായിട്ടൊക്കെ നല്ലൊരു ഇതുള്ള വ്യക്തിയാണ്. മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള വ്യക്തിയൊക്കെ ആയിരിക്കാം. അതേപോലെ തന്നെ അറിവുള്ള വ്യക്തിയായിരിക്കാം. പിന്നെ ഈ കാർഡ് മറ്റൊന്ന് കാണിക്കുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കട്ടെ. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കട്ടെ. സിക്സ് ഓഫ് സോൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ.
അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. എന്തു തന്നെയാണെങ്കിലും ഈ പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ദൂരേക്ക് പോകാൻ സമാധാന സന്തോഷത്തിനായിട്ട് ദൂരേക്ക് പോകുന്നിട്ടാണ് ആ ഒരു എനർജിയിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം അതാണ്. നിങ്ങളുടെ ഇടയിലുള്ള എനർജി എന്താണെന്ന് നോക്കിയപ്പോൾ ഫൂളാണ്. തീർച്ചയായിട്ടും ഫൂളെന്ന് പറഞ്ഞാൽ പുതിയ തുടക്കമാണ്, നല്ല സ്നേഹബന്ധമാണ്, വിവാഹ നിശ്ചയമാണ്, വിവാഹമാണ്. അങ്ങനെ പല നല്ലൊരു നിങ്ങൾ രണ്ടുടെ ഇടയിലും അങ്ങനെ ഒരു എനർജി ഉണ്ട്. പരസ്പരം നിങ്ങൾക്ക് ഒന്നിച്ച് പോകണം എന്ന് ആഗ്രഹമുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കട്ടെ. ദ ലവേഴ്സ് കാർഡാണ്. നിങ്ങൾ ഒരു ആപ്റ്റായ സ്യൂട്ടായ കപ്പിളായിട്ടാണ് കാണുന്നത്. ഇവിടെ റാഫേൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം ടെംപ്റ്റേഷനിൽപ്പെട്ട വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടാരോട്ട് കാർഡിൽ ഏറ്റവും ശക്തിയുള്ള ഒരു ലവേഴ്സ് കാർഡാണിത്. അത് സ്യൂട്ട് കപ്പിളാന്ന് കാണിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് നോക്കട്ടെ. ഔട്ട്കം 6 ഓഫ് പെന്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും നല്ലൊരു ലൈഫ്, സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ള ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരുമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ നല്ല ക്യാരക്ടറാണ്. അതായത് ചാരിറ്റി വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനോ ഒക്കെയുള്ള നല്ല വ്യക്തികളാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് വളരെയധികം സമ്പന്നതയിലേക്ക് പോവുകയും നല്ല നല്ല ചിന്തകൾ, നല്ല ഒത്തിരി പേർ സഹായിക്കണമെങ്കിൽ ധാരാളം സമ്പത്ത് കൈവരണമല്ലോ. അപ്പോൾ നല്ല രീതിയിലേക്ക് നിങ്ങൾ പോകുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ ഈ ഫുൾ കാർഡ് വന്നത്. ഫുൾ കാർഡ് വരുന്നത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ്. നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചിരിക്കുന്ന വ്യക്തികളുകൊണ്ടാണ് ഈ ഫുൾ കാർഡ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല കാർഡുകളാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്, ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ വിഷ്വലൈസ് ചെയ്യുക, അംഗീകരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ വേറൊരു വ്യക്തി അദ്ദേഹം ഒരിക്കലും ഡൊമിനിങ് ക്യാരക്ടർ എടുക്കാതെ ആ വ്യക്തിയെയും അംഗീകരിക്കുക, ആ വ്യക്തിയും കേൾക്കാൻ ശ്രമിക്കുക. ആ വ്യക്തി എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.